ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവതകഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭാഗവതത്തിലെ 4-ാമത്തെ സ്കന്ധത്തിലെ 58-ാമത്തെ കഥയായ പ്രചേതസ്സുകളുടെ കഥ. ബഹിർഷത്തിൻ്റെ പുത്രന്മാരാണ് പ്രചേതസ്സുകൾ. പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തിരുന്ന് രുദ്രഗീതം സ്തോത്രം ചെയ്ത് ഏകാഗ്രതയോടെ തപസ്സു ചെയ്യാനായിട്ട് ആരംഭിച്ചു. 10,000 സംവത്സരം കഴിഞ്ഞു. സനാതനായ മഹാദേവൻ തൻ്റെ ദിവ്യപ്രഭ പരത്തി അവരുടെ തപക്ലേശം അകറ്റി ശാന്തസ്വരൂപം പ്രാപിച്ച് അവർക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചു. വളരെ അത്ഭുതം! പ്രചേതസ്സുകളുടെ മനസ്സിൽ ശ്രീഹരിയുടെ രൂപം വ്യക്തമായി തെളിഞ്ഞു. മേരുവിൻ്റെ കൊടുമുടിയിൽ മേഘമെന്ന പോലെ ഭഗവാൻ ഗരുഡൻ്റെ കഴുത്തിൽ വിരാജിക്കുന്നു. കൗസ്തുഭം കഴുത്തിലണിഞ്ഞ് മഞ്ഞ പട്ടുടുത്ത് തിളങ്ങുന്ന മുഖത്തോടെ വിളങ്ങുന്നു. കുണ്ടലാദി ആഭരണങ്ങളും കാന്തി ചിന്തുന്ന കിരീടവും ദിവ്യായുധങ്ങളും ദിക്കുകൾക്ക് പ്രകാശമേകുന്നു. പാർഷദന്മാരും മുനിമാരും ദേവന്മാരും അകമ്പടി സേവിക്കുന്നു. നീണ്ടുരുണ്ട കരങ്ങൾക്കിടയിൽ അമർന്നരുളുന്ന മഹാലക്ഷ്മിയോട് തൊട്ടുരുമ്മിക്കൊണ്ട് വനമാല വിളങ്ങുന്നു. കരുണാകടാക്ഷം വർഷിച്ചുകൊണ്ട് ഭക്തന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ 8 ദിക്കും പൊട്ടുമാറ് ഇങ്ങനെ അരുളി ചെയ്തു: നിങ്ങൾക്ക് മംഗളമുണ്ടാകട്ടെ. എന്നിൽ നിന്ന് വരം വാങ്ങിയാലും നിങ്ങൾ തമ്മിലുള്ള പരസ്പര സൗഹാർദ്ദവും ഒരേ ധർമ്മനിഷ്ഠയും എന്നെ സംപ്രീതനാക്കിയിരിക്കുന്നു. ഏകാഗ്രചിത്തനായി രുദ്രഗീതം കൊണ്ട് എന്നെ സ്തുതിക്കുന്നവർക്ക് ഞാൻ സർവാഭിഷ്ടങ്ങളും പരിശുദ്ധ ജ്ഞാനവും തന്നരുളുന്നു. പിതാവിൻ്റെ കൽപ്പന സന്തോഷപൂർവ്വം സ്വീകരിച്ച് നിങ്ങളുടെ കീർത്തി ലോകമെമ്പാടും വ്യാപിക്കും. പ്രസിദ്ധനും ബ്രഹ്മസദൃശനുമായ ഒരു പുത്രൻ നിങ്ങൾക്കുണ്ടാകും. അവൻ തൻ്റെ സന്താന പരമ്പര കൊണ്ട് ലോകത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും. കണ്ടു മഹർഷിക്ക് പ്രമോജ എന്ന അപ്സരസിൽ ജനിച്ച കന്യക ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ വൃക്ഷദേവതകൾ അവരുടെ മകളായി അവളെ സ്വീകരിച്ചു. എന്നിട്ട് അവളെ എടുത്തു വളർത്തി. കുഞ്ഞ് വിശന്ന് കരഞ്ഞപ്പോൾ വൃക്ഷരാജാവായ സോമൻ അവളുടെ വായിൽ തൻ്റെ ചൂണ്ടുവിരൽ ദയയോടെ പാനം ചെയ്യാൻ വെച്ചുകൊടുത്തു. നിങ്ങൾ ആ സുന്ദരിയായ വൃക്ഷകന്യകയെ വിവാഹം കഴിക്കുക. അവൾ നിങ്ങൾക്ക് അനുരൂപയാണ്. ശക്തന്മാരായ നിങ്ങൾ എൻ്റെ അനുഗ്രഹത്താൽ അനേക വർഷം ഭോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കുക. അവസാനം എന്നിലുള്ള ഏകാന്ത ഭക്തി വർദ്ധിക്കുമ്പോൾ കാമാദിവാസനകൾ ഇല്ലാതാകുന്നു. അതോടെ നരകതുല്യമായ ഭോഗ ജാലത്തിൽ നിന്നും വൈരാഗ്യം പ്രാപിച്ച് ഭക്തരായ നിങ്ങൾ എൻ്റെ സ്ഥാനത്തെ പ്രാപിക്കും. നിങ്ങൾ ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും ഭാഗവത ധർമ്മം ആചരിക്കുന്നതുകൊണ്ടും എൻ്റെ ലീലകൾ പാടി നടക്കുന്നതുകൊണ്ടും ഗൃഹം ഒരു വിധത്തിലും ബന്ധനകാരണമായി തീരുന്നില്ല. കഥകൾ കേൾക്കുന്നതുമൂലം സർവജ്ഞനായ ഞാൻ അവരുടെ മനസ്സിൽ പുതിയ ഭാവത്തിൽ കടന്നു ചെല്ലുന്നു. ഞാൻ ബ്രഹ്മമാകുന്നു. അതിനെ പ്രാപിച്ചവൻ മോഹിക്കുകയോ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുകയില്ല. ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു. പരമപുരുഷാർത്ഥം നൽകുന്നവനും പരമസുഹൃത്തുമായ ഭഗവാന്റെ ഉപദേശങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ പ്രചേതസ്സുകളുടെ മനസ്സിൽ അവശേഷിച്ചിരുന്ന മാലിന്യങ്ങളെല്ലാം നീങ്ങി. ശുദ്ധഹൃദയത്തോടെ അവർ ഭഗവാനെ വന്ദിച്ചു സ്തുതിച്ചു. ഞങ്ങൾ ഒരു വരവും മോഹിക്കുന്നില്ല. ദുഃഖതപ്തരായ ഞങ്ങൾക്ക് സർവക്ലേശവും നശിപ്പിക്കുന്ന അവിടുത്തെ സ്വരൂപം അങ്ങ് കാണിച്ചു തന്നുവല്ലോ. അതുതന്നെ ധാരാളമായിരിക്കുന്നു. അതിനേക്കാൾ വലുതായ മറ്റെന്ത് അനുകമ്പയാണ് ഞങ്ങൾക്ക് വേണ്ടത്? തക്ക സമയത്ത് സ്വന്തക്കാരെ പോലെ സ്മരിക്കുക എന്നതു തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ദുഃഖിതർക്ക് ശാന്തി ലഭിക്കും. ജീവികളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും അറിയുന്നവരാണല്ലോ അങ്ങ്. ഞങ്ങളുടെ ഏതാഗ്രഹവും അങ്ങേക്ക് തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. മോക്ഷപ്രദായകനായ അങ്ങ് ഞങ്ങളുടെ നേരെ പ്രസന്നനായല്ലോ. അതുതന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ച വരം. അത് ഞങ്ങൾ ചോദിക്കാതെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ മായയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്ന കാലമത്രയും അവിടുത്തെ ഭക്തന്മാരുടെ സംഘം ജന്മാന്തരങ്ങളിലെല്ലാം ലഭിക്കുമാറാകണം. സ്വർഗപ്രാപ്തിയും മുക്തി ലഭിക്കുന്നതും ആ ഭക്തജന സംഗമത്തിന് തുല്യമല്ല. അപ്പോൾ പിന്നെ മരണമുള്ളവരുടെ നിസ്സാര ഭോഗത്തെപ്പറ്റി എന്തു പറയാനാണ്? ഭക്തന്മാരുടെ സംസർഗത്തിലൂടെ വിഷയതൃഷ്ണ ഇല്ലാതാകും. ഭഗവത് കഥകൾ കേട്ടാൽ മനസ്സിലെ വൈരാഭാവം നശിക്കും. ഭയം ഉണ്ടാകുകയില്ല. അങ്ങനെ ധാരാളം ഗുണങ്ങൾ സത്സംഗം കൊണ്ട് നേടാൻ കഴിയുന്നു.
അങ്ങയുടെ പ്രിയപ്പെട്ട സുഹൃത്താണല്ലോ ശ്രീ പരമേശ്വരൻ. അദ്ദേഹത്തിൻ്റെ ക്ഷണനേരത്തെ സംഘം മൂലമാണ് ഞങ്ങൾക്ക് സംസാര മഹാരോഗത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനും ഉയരാനും കഴിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ തന്നെ ശരണം പ്രാപിക്കുന്നു. ഞങ്ങൾ കഠിന തപസ്സനുഷ്ഠിച്ച് നേടിയതെല്ലാം അങ്ങയുടെ പ്രസാദമായി തീരട്ടെ. അതിനുവേണ്ടി ഞങ്ങളുടെ പരിമിതമായ കഴിവനുസരിച്ച് സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രസാദമെന്ന വരം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പരമപുരുഷനായ അങ്ങേക്ക് നമസ്കാരം. അങ്ങനെ തന്നെയാകട്ടെ. ഭക്തവത്സലനായ ഭഗവാൻ സംപ്രീതനായി പ്രജേതസ്സുകളെ അനുഗ്രഹിച്ച് സ്വധാമത്തിലേക്ക് പോയി. കണ്ണെത്തും ദൂരം വരെ അവർ ഭഗവാനെ തന്നെ നോക്കി നിന്നു. ഭഗവാന്റെ വേർപാട് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും അവർ കരയിലേക്ക് കയറി നിന്നു. നാലുപാടും ശ്രദ്ധിച്ചു. ഭൂമിയെ കാണാൻ തന്നെ കഴിയുന്നില്ല. സർവത്ര കൊടുങ്കാട് വ്യാപിച്ചിരിക്കുന്നു. എണ്ണിയാലൊടുങ്ങാത്തത്ര വൃക്ഷങ്ങൾ വളർന്നു പന്തലിച്ച ഭൂമിയെ മൂടിയിരിക്കുന്നു. ഒന്നും കാണാൻ കഴിയുന്നില്ല. വൃക്ഷങ്ങളുടെ ധിക്കാരം കണ്ട് പ്രജേതസ്സുകൾ ക്ഷോഭിച്ചു. അവർ വൃക്ഷങ്ങളെ ഇല്ലാതാക്കി ഭൂമിയെ രക്ഷിക്കാൻ തീരുമാനിച്ചു. പ്രളയ കാലാഗ്നി പ്രവഹിച്ചു. അഗ്നിയെയും വായുവിനെയും സൃഷ്ടിച്ച് പുറത്തേക്ക് വിട്ടു. കാലാഗ്നി രുദ്രനെപ്പോലെ ജ്വലിച്ചു. വൃക്ഷങ്ങൾ കത്തിച്ചാമ്പലാകാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് ഓടിയെത്തി പ്രജേതസ്സുകളെ സമാധാനിപ്പിച്ചു. ശേഷിച്ച വൃക്ഷങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചു. ശേഷിച്ച വൃക്ഷങ്ങൾ ഭയം കൊണ്ട് വിറച്ചു. അവർ തങ്ങളുടെ പുത്രിയായ മാരിഷയെ പ്രജേതസ്സുകളുടെ മുൻപിൽ കാഴ്ചവെച്ചു. ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ച് വൃക്ഷപുത്രിയെ അവർ വിവാഹം ചെയ്തു. അവളിൽ ബ്രഹ്മപുത്രനായ ദക്ഷൻ ശിവനിന്ദ മൂലം പിന്നെയും ജനിച്ചു. പൂർവമന്വന്തരം അവസാനിച്ചു. ചാക്ഷുഷ മന്വന്തരം ആരംഭിച്ചു. മാരിഷപുത്രനായ ദക്ഷൻ തനിക്ക് ഇഷ്ടപ്പെട്ട പ്രജകളെ സൃഷ്ടിച്ചു. പ്രജാഭിവൃദ്ധി വർദ്ധിച്ചു. തന്മൂലം ബലമുള്ള അവനെ എല്ലാവരും ദക്ഷൻ എന്ന് വിളിച്ചു. പ്രജകളുടെ രക്ഷയ്ക്കും സൃഷ്ടിക്കും വേണ്ടി ബ്രഹ്മാവും കുമാരനെ അഭിഷേകം ചെയ്ത് രാജ്യഭാരം ഏൽപ്പിച്ചു. പ്രജേതസ്സുകൾ കുറേ കാലം രാജ്യം ഭരിച്ച ശേഷം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പത്നിയെ പുത്രനെ ഏൽപ്പിച്ച് പശ്ചിമ സമുദ്രത്തിൽ എത്തിച്ചേർന്നു. ആ പുണ്യഭൂമിയിലാണ് മുമ്പ് ജാജലി മഹർഷി മോക്ഷം പ്രാപിച്ചത്. പ്രചേതസ്സുകൾ അവിടെ സർവവും ആത്മരൂപേണ ദർശിക്കാൻ കഴിയുന്ന ബ്രഹ്മസ്ത്രം ചെയ്ത് ജീവിക്കുവാൻ തീരുമാനിച്ചു. നാളുകൾ കുറെ കടന്നുപോയി. ഒരു ദിവസം നാരദ മഹർഷി അവിടെ വന്നു. പരമജ്ഞാനികളായ പ്രചേതസ്സുകളെ കണ്ടു. അവർ നാരദനെ നമസ്കരിച്ചു, പൂജിച്ച് സൽക്കരിച്ചു. അവരുടെ ആഗ്രഹമനുസരിച്ച് ശിവനും വിഷ്ണുവും മുൻപ് ഉപദേശിച്ച ആധ്യാത്മജ്ഞാനം ഒന്നുകൂടി വിശദമായി മഹർഷിയോട് പ്രകാശിപ്പിക്കുവാൻ അപേക്ഷിച്ചു. മഹർഷി രാജാക്കന്മാർക്ക് വീണ്ടും ആത്മജ്ഞാനതത്വം ഉപദേശിച്ചു കൊടുത്തു. മനുഷ്യൻ ഭഗവാനെ സേവിക്കാൻ വേണ്ടി ജന്മമെടുക്കുന്നു. അത് സഫലമാകണമെങ്കിൽ കർമ്മവും ആയുസ്സും മനസ്സും വാക്കും സഹായിക്കണം. ഉത്കൃഷ്ട കുലത്തിൽ പിറന്നതുകൊണ്ടോ ഷോഡസംസ്കാരം നടത്തിയതുകൊണ്ടോ യജ്ഞദീക്ഷ ചെയ്തതുകൊണ്ടോ ഫലമില്ല. ഖേദോദക്തങ്ങളായ കർമ്മങ്ങൾ ചെയ്താലും പ്രയോജനമില്ല. വേദശാസ്ത്രാഭ്യാസം, തപസ്, വാങ്കിലാസം, സങ്കല്പം, സൂക്ഷ്മബുദ്ധി, ശരീരശക്തി, ഇന്ദ്രിയശക്തി എന്നിവ കൊണ്ടും കാര്യമില്ല. കാരണം അവിടെ ഒന്നും ഭഗവാന്റെ സാന്നിധ്യം കാണുന്നില്ല. ഭഗവാനെ പ്രാപിക്കലാണ് എല്ലാ സാധനകളുടെയും പരമലക്ഷ്യം. മരണത്തിൻ്റെ കടക്കിൽ നനയ്ക്കുന്നതുകൊണ്ട് അതിൻ്റെ തടിയും ശാഖകളും പത്രപുഷ്പാദികളും പുഷ്ടി പ്രാപിക്കുന്നു. അതുപോലെ ഭഗവാനെ ആരാധിച്ചാൽ സർവദേവതകളും സന്തോഷിക്കും. അത് സർവാരാധനയായിത്തീരുന്നു. സ്ഥാവര ജംഗമ ശരീരങ്ങൾ മണ്ണിൽ നിന്നുണ്ടായി. മണ്ണിൽ ചേരുന്നതുപോലെ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ നിന്നുണ്ടാവുകയും അവിടെ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചം ഭഗവാന്റെ സ്വരൂപമാണ്. ജീവികളോടുള്ള ദയ കൊണ്ടും എന്തു കിട്ടിയാലും തൃപ്തിപ്പെടുത്തുന്ന സ്വഭാവം കൊണ്ടും സർവേന്ദ്രിയ നിയന്ത്രണം കൊണ്ടും ഭഗവാൻ സന്തോഷിക്കുന്നു. ആത്മാനന്ദ പരിപൂർണനായ ഭഗവാൻ തന്നെ സേവിക്കുന്ന മഹാലക്ഷ്മിയെയും സകാമന്മാരെയും ദേവന്മാരെയും മറ്റും ആദരിക്കാറില്ല. എന്നാൽ സ്വഭക്തന്മാർക്ക് അദ്ദേഹം അധീനനാകുന്നു. ഭഗവാന്റെ ഈ മഹത്വം അറിയുന്നവൻ അദ്ദേഹത്തെ എങ്ങനെ വിസ്മരിക്കും? ഇങ്ങനെ ഭഗവാന്റെ മഹിമാതിശയത്തെയും ലീലകളെയും വർണ്ണിച്ച് കേൾപ്പിച്ച് മഹർഷി ബ്രഹ്മലോകം പൂകി. പ്രചേതസ്സുകൾ ഭഗവത് പാദം ധ്യാനിച്ച് വൈകുണ്ഠം പ്രാപിച്ച് മുക്തരായി. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു കഥയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.